ഹരേ കൃഷ്ണ. ഇന്നത്തെ വീഡിയോ തൃക്കേട്ട നക്ഷത്രത്തെക്കുറിച്ചാണ്. ഇത് കുറേ വ്യൂവേഴ്സ് റെക്കമെൻഡ് ചെയ്തിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ തയ്യാറാക്കിയത്. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തൃക്കേട്ട നക്ഷത്രത്തെക്കുറിച്ച് വിശദമായി അറിയാം. തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ മുഴുവൻ രഹസ്യങ്ങളും ജ്യോതിഷപരമായ പ്രാധാന്യങ്ങളും. തൃക്കേട്ട നക്ഷത്രം ജ്യേഷ്ഠ നക്ഷത്രം എന്നാണ് സംസ്കൃതത്തിൽ അറിയുന്നത്. 27 നക്ഷത്രങ്ങളിൽ 18ാമത്തെ നക്ഷത്രമാണ് തൃക്കേട്ട. സംസ്കൃതത്തിൽ ഇതിനെ ജ്യേഷ്ഠ എന്നാണ് വിളിക്കുന്നത്. ഈ നക്ഷത്രത്തിൻ്റെ രാശി വൃശ്ചികം. ആധിപത്യം ബുധൻ. ബുദ്ധിയും വാണിജ്യവും ആശയവിനിമയവും പ്രതിനിധീകരിക്കുന്നു. ദേവത ഇന്ദ്രൻ, ദേവന്മാരുടെ രാജാവ്. നക്ഷത്രത്തിൻ്റെ പ്രതീകം കുണ്ടലം. ചെവിയിലൊക്കെ ഇടുന്ന കുണ്ടലമുണ്ടല്ലോ, രാജാക്കന്മാരൊക്കെ ഇടുന്ന കുണ്ടലം അല്ലെങ്കിൽ കുട. ഈ രണ്ടുമുണ്ട്. കുട എന്ന് പറയുന്നത് അധികാരവും സംരക്ഷണവും സൂചിപ്പിക്കുന്നു. ഗണം രാക്ഷസഗണം. യോനി ആൺമാൻ, മെയിൽ ഡിയറാണ് ഇതിൻ്റെ യോനി. നക്ഷത്രത്തിൻ്റെ പുരുഷാർത്ഥം സമ്പത്ത്, പൈസ ആണ്. ഇതിൻ്റെ പക്ഷി താറാവ് അല്ലെങ്കിൽ അരയന്നം. വൃക്ഷം കടമ്പ വൃക്ഷം. തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ പുരുഷാർത്ഥം പൈസ, സമ്പത്ത്. ഇതിൻ്റെ പക്ഷി താറാവ് അല്ലെങ്കിൽ അരയന്നം. വൃക്ഷമോ കടമ്പ വൃക്ഷം. വൃശ്ചിക രാശി അല്ലെങ്കിൽ തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പേരിടേണ്ട ഓരോ അക്ഷരങ്ങളുണ്ട്. ആ അക്ഷരങ്ങൾ അനുസരിച്ച് വേണം നമ്മൾക്ക് കുട്ടികൾക്ക് പേര് വയ്ക്കാൻ. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇങ്ങനൊരു ആചാരം ഞാൻ കണ്ടിട്ടില്ല. നമുക്കിപ്പോഴാണെങ്കിൽ അച്ഛൻ്റെ പേരിൻ്റെ ഒരു അക്ഷരം, അമ്മയുടെ പേരിൻ്റെ ഒരക്ഷരം, ഒരു മീനിങ് ഇല്ലാത്ത ഒരു പേരാണ് നമ്മളിടുന്നത്, അല്ലേ? പക്ഷേ അങ്ങനെയല്ല. നമ്മുടെ രാശി അനുസരിച്ച്, രാശിക്ക് ചേരുന്ന അക്ഷരങ്ങൾ വരുന്ന പേരുകളാണ് നമുക്ക് വെക്കേണ്ടത്. അപ്പോൾ തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച ഒരു കുട്ടിക്ക് പേര് വരുമ്പോഴത്തേക്കും നോബി എന്നൊക്കെ പറയത്തില്ലേ, നോബി. പിന്നെ യാ, ഈ, യു, ഈ 4 അക്ഷരങ്ങളാണ് ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ഇടേണ്ട പേര്. പിന്നെ ഇങ്ങനെ ഇടുന്നത് കൊണ്ട് എന്താണ് ഫലം? ഏത് കാര്യം ചെയ്യുവാനാണോ ഈ വ്യക്തിയെ ഭൂമിയിലേക്ക് വിട്ടത്, അത് പൂർത്തി ചെയ്യുന്നതിന് വേണ്ടി ഈ ശബ്ദങ്ങൾ ആ വ്യക്തിയെ സഹായിക്കുന്നു. തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ ദിശ പടിഞ്ഞാറ്, വെസ്റ്റാണ്. അപ്പോൾ തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾക്ക് വീട് വയ്ക്കുമ്പോൾ അവർക്ക് വെസ്റ്റ് ഡയറക്ഷനാണ് ഏറ്റവും സൂട്ടബിളായി വരിക. ജ്യേഷ്ഠ എന്ന് പറഞ്ഞാൽ തന്നെ മുതിർന്നത് എന്നാണ്, ഏറ്റവും വലുത്. പ്രായം കൊണ്ട് അല്ല, പ്രായം കൊണ്ട് ചെറുതാണെങ്കിലും ആ വീട്ടിൽ ആ വീടിൻ്റെ അംഗങ്ങളുടെ ഉത്തരവാദിത്വം ഇവരായിരിക്കും ഏറ്റെടുക്കുന്നത്. എവിടെയാണെങ്കിലും മുന്നിൽ, അതായത് ബാക്കി എല്ലാവരെക്കാളും നല്ല രീതിയിൽ പെർഫോം ചെയ്യുവാൻ ഇവരെക്കാളും നല്ലതുപോലെ വേറെ ആർക്കും അറിയില്ല. ഇവരിൽ അതുകൊണ്ട് തന്നെ സ്വയമേ ഒരു സുപ്പീരിയറിറ്റി കോംപ്ലക്സ് വരുന്നതിന് സാധ്യതയുണ്ട്. ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഇവർ എവിടെ ചെന്നാലും നല്ല രീതിയിൽ ഏത് കാര്യത്തിനും പെർഫോം ചെയ്യുന്നതായിരിക്കും. ഇതിനാണ് ഇവർക്ക് താല്പര്യം. ഇവർ ടീച്ചറായിട്ടോ, കോച്ചായിട്ടോ, മെൻറ്ററായിട്ടോ, സോഷ്യൽ വർക്കായിട്ടോ, റേഡിയോ കമൻറ്റേറ്റർ, മാനേജ്മെൻറ്റ് സൈഡ്, അഡ്മിനിസ്ട്രേഷൻ, ഇവയെല്ലാം ഇവർക്ക് നല്ല രീതിയിൽ ഇവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന മേഖലകൾ തന്നെയാണ്. ഇവർ തന്നെ ഇവരുടെ കുടുംബത്തെ, ഇവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുന്നതിന്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് ഇഷ്ടമുള്ളവർ ആയിരിക്കും. ഇവരുടെ ഉള്ളിൽ എന്തെങ്കിലും പ്ലാനിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവർ അത് രഹസ്യമായി തന്നെ അവരുടെ മനസ്സിൽ വെച്ചിരിക്കും. അവർ ആരോടും ഷെയർ ചെയ്യുകയില്ല. ഇവരിൽ സ്വയമേ മറ്റുള്ളവരെ സുഖപ്പെടുത്തുന്നതിനോ സഹായം കൊടുക്കുന്നതിനോ ഉള്ള ഒരു ഹീലിംഗ് പവർ അല്ലെങ്കിൽ ഒരു താല്പര്യം തന്നെ ഇവരിൽ കാണും. സ്വയമേ അത് വരുന്നതാണ്. ആരുടെയും ഉപദേശങ്ങൾ ഇഷ്ടമില്ലാത്തവർ,
ഡോമിനൻ്റ് സ്വഭാവം ഉള്ളവരായിരിക്കും. ചിലപ്പോൾ ഇവരുടെ സ്വഭാവം സന്തോഷത്തോടു കൂടിയും ചിലപ്പോൾ ഭയങ്കര സങ്കടത്തോടു കൂടിയും ഇരിക്കുന്നത് കാണാം. മിക്സ് റിയാക്ഷൻ. വേറെ ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നതിൽ വളരെയേറെ സന്തോഷം കിട്ടുന്നവർ. വീട്ടിലെ ഉത്തരവാദിത്തം സ്വന്തമായി ഇവർ തന്നെയായിരിക്കും ഏറ്റെടുക്കുക. ഇവരുടെ ഉള്ളിൽ എപ്പോഴും മറ്റുള്ളവരെ കുറിച്ചുള്ള ഒരു ദയ ഉണ്ടായിരിക്കും. പക്ഷേ ഇതൊന്നും അവർ പുറത്ത് കാണിക്കുകയേ ഇല്ല. ഏതു കാര്യത്തിലും ആദർശനിഷ്ഠ ഉള്ളവരായിരിക്കും. ആരെയും വഞ്ചിക്കുകയോ ചതിക്കുകയോ ചെയ്യില്ല. ജാതിമത ഭേദമന്യേ എല്ലാവരെയും ഒരേ രീതിയിൽ കാണുന്നവരായിരിക്കും. ആരോഗ്യത്തിൽ ഇവർ കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് മുൻകോപവും എടുത്തുചാട്ടവും തന്നെയാണ്. പല കാര്യത്തിലും പിടിവാശിയും നിർബന്ധബുദ്ധിയും കാണിക്കാറുണ്ട്. ആരുടെയും കീഴിൽ അടിമജോലി ചെയ്യുവാനോ സ്വന്തം കാര്യത്തിനു വേണ്ടി ആരെയും കാലു പിടിക്കാനോ ഇവർ മുതിരില്ല. ഇതുമൂലം ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ പ്രശ്നങ്ങൾ വരുവാനും സാധ്യത ഉണ്ട്. വേറൊരാൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമെങ്കിലും പക്ഷെ അത് ജീവിതത്തിൽ ചെയ്യുകയില്ല. സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കും ഏത് സമയവും ഇവർ തീരുമാനങ്ങൾ എടുക്കുക. ദേഷ്യം വന്നാൽ സന്ദർഭമോ സ്ഥലകാലബോധമോ സാഹചര്യങ്ങളോ ചിന്തിക്കാതെ സാഹസ്യമായും പ്രവർത്തിക്കുന്നവരായിരിക്കും ഇവർ. എന്തൊക്കെ പരാജയം ഉണ്ടായാലും അവിടെ നിന്നും പുറത്തു കടന്ന് വളരുവാൻ ശ്രമിക്കും. സ്വന്തം പ്രയത്നം കൊണ്ട് തന്നെയായിരിക്കും ഇവരുടെ ജീവിതം കഴിയുക. ബന്ധുക്കളെ കൊണ്ട് കാര്യമായ പ്രയോജനം ഒന്നുമില്ല. മാതാപിതാക്കളിൽ നിന്നോ അതുപോലെ തന്നെ സഹോദരങ്ങളിൽ നിന്നും വലിയ ലാഭമൊന്നും ഇവർക്ക് കിട്ടുകയുമില്ല. ജീവിതത്തിൽ പല പ്രതിസന്ധികളെയും നേരിടേണ്ടി വരും. അസാമാന്യമായ ഒരു കഴിവ്, അത് നേരിടുന്നതിനുള്ള ഒരു കഴിവ് ഇവർക്ക് ജന്മസിദ്ധമായും ഉണ്ടായിരിക്കും. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് സുഖത്തേക്കാൾ ദുഃഖമായിരിക്കും കൂടുതൽ. സൗഭാഗ്യം വളരെ കുറവായിരിക്കും. ജീവിത പങ്കാളിയുമായി വാക്ക് തർക്കങ്ങളോ അഥവാ വേർപിരിയാനോ ഉള്ള സാധ്യത ഉണ്ട്. പലപ്പോഴും ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത് സ്വന്തം ഇഷ്ടം അനുസരിച്ചായിരിക്കും. ഇവരുടെ മനസ്സിൽ ദയയും കാരുണ്യവും വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇവർക്ക് സ്വന്തമായ ഒരു അന്തസ്, ആ അന്തസ്സിനെ അവർ ഒരിക്കലും കളയാതെ മുറുക്കി പിടിക്കുന്നവർ. ഇതിനു വേണ്ടി അവർ എത്ര കഠിനാധ്വാനം ചെയ്താലും അവർ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. നല്ല വിദ്യാഭ്യാസം ഉള്ളവരായിരിക്കും ഇവർ. വീട്ടിൽ നിന്ന് തുടങ്ങി വലിയ പദവി വരെ കാത്തു സൂക്ഷിക്കാൻ കഴിവുള്ളവർ. അതുപോലെ തന്നെ ആദർശങ്ങൾ കാത്തു സൂക്ഷിക്കാൻ കഴിവുള്ളവരായിരിക്കും. ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറഞ്ഞല്ലോ. അത് ജന്മന ഇവരിലുള്ള ആ സ്വഭാവം ഞാൻ വലുതാണെന്ന് ഒരു സുപ്പീരിയർ കോംപ്ലക്സ് ഇവരിൽ കാണുന്നത് കൊണ്ടാണ്. അതാണ് ഇതിന് മുഖ്യമായ ഒരു കാരണം വരിക. ഇവരുടെ കുട്ടികളും ഇവരിൽ നിന്നും കുറച്ച് അകലം പാലിക്കുന്നവർ ആയിരിക്കും. സ്ത്രീകൾക്ക് യൂട്രസ് റിലേറ്റഡ് ആയുള്ള അസുഖങ്ങൾ വരാൻ വളരെ സാധ്യതയാണ്. അതുപോലെ തന്നെ അസ്തമ, ശ്വാസമുട്ടലൊക്കെ വരുന്നതിനുള്ള ഒരു പ്രവണതയും ഇവരിൽ കാണാറുണ്ട്. 18 മുതൽ 26 വയസ്സ് വരെ ഏറ്റവും കൂടുതൽ കഷ്ടമുള്ള കാലമാണ് ഇവർക്ക്. യൗവനവും ദുഃഖവും സുഖവും രണ്ടും മിക്സായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും കിട്ടുക. ഇവരുടെ ദാമ്പത്യ ജീവിതം അത്രയ്ക്കും എപ്പോഴും ഇവരുടെ പാർട്ട്ണർ ഉണ്ടല്ലോ, ഇവരുടെ പുറകെ ആയിരിക്കും എല്ലാ കാര്യത്തിലും. അങ്ങനെ വരുന്നത് കൊണ്ട് അത് ഒരു നല്ല ഒരു ദാമ്പത്യ ജീവിതം എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. അപ്പോൾ എല്ലാം കൊണ്ടും ഇവർ എല്ലാം നേടിയെടുക്കുമെങ്കിലും എപ്പോഴും മനസ്സിലൊരു ദുഃഖം ഇവരെ പിന്തുടരുക തന്നെ ചെയ്യും. പൂരാടം, തിരുവോണം, ചതയം, തിരുവാതിര, പുണർദം ഈ നക്ഷത്രങ്ങൾ നിങ്ങൾ എപ്പോഴും ഒഴിവാക്കേണ്ടതാണ്. ഒരു കാര്യത്തിലും ചേർക്കാനോ ഒന്നിനോ ഈ നക്ഷത്രം നിങ്ങൾക്ക് നല്ല കാര്യം
തരികയില്ല. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഗ്രഹനിലയിൽ ചന്ദ്രൻ നീചസ്ഥിതിയിൽ ഉള്ളവർക്ക് ദാരിദ്ര്യവും ദുഃഖവും എല്ലാം കൂടുതൽ തന്നെയായിരിക്കും. പിന്നെ ഇവർക്ക് ഉച്ചസ്ഥിതിയിൽ ആയിരിക്കുന്നവർക്ക് അവർക്ക് നല്ല കാര്യങ്ങൾ തന്നെ, നല്ല ഒരു ജീവിതം തന്നെ കിട്ടുകയും ചെയ്യും. നിങ്ങൾ അത് ചെക്ക് ചെയ്യിപ്പിക്കേണ്ടതാണ് നിങ്ങളുടെ ജാതകം. പിന്നെ മിത്രങ്ങൾ ഇവർക്ക് വളരെ കുറവായിരിക്കും. ഇവരുടെ ബീജമന്ത്രം എന്ന് പറയുന്നത് ഓം. അപ്പോൾ രാവിലെ എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഓം അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അത് നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നതിനും അത് നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ വന്നു ചേരുന്നതിനും സാധിക്കുന്നതാണ്. അപ്പോൾ ഓം എല്ലാവരും അത് പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. നിങ്ങളുടെ സ്വാമിയായ ബുധൻ്റെ ബീജമന്ത്രം ഡെയിലി 108 പ്രാവശ്യം നിങ്ങൾ മുടങ്ങാതെ നിങ്ങൾ ജപിക്കുക. തൃക്കേട്ട നക്ഷത്രം അതിശക്തമായ ഒരു നക്ഷത്രം തന്നെയാണ്. ശക്തിയും അധികാരവും ഒക്കെ കിട്ടുന്ന, നല്ലൊരു സ്ഥാനം കിട്ടുന്ന ഒരു നക്ഷത്രം. പക്ഷേ അഹങ്കാരമില്ലാതെ വിനയത്തോടെയും ആത്മശുദ്ധിയോടെയും ജീവിക്കുമ്പോഴേ ഈ നക്ഷത്രം അതിൻ്റെ പൂർണ്ണമായ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് എല്ലാവരും ശ്രദ്ധയിൽ വയ്ക്കുക. വീഡിയോ ഇത്രമേ ഉള്ളൂ. ഇനി നിങ്ങളാണ് പറയേണ്ടത് നിങ്ങളുടെ ജീവിതാനുഭവം ഈ പറഞ്ഞതിൽ എത്ര % കറക്റ്റാണെന്നുള്ളത്. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻ്റ് ഇടുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസ് അതിന് ഞാൻ തീർച്ചയായിട്ടും അതിനുള്ള മറുപടി സമയം കിട്ടുന്നത് പോലെ എല്ലാവർക്കും തരുന്നതായിരിക്കും. ഇന്നത്തെ വാസ്തു ടിപ്പ്: നിങ്ങളുടെ വീട്ടിൽ വാഷ്റൂം അല്ലെങ്കിൽ ടോയ്ലറ്റ് നിങ്ങളുടെ തെക്ക് കിഴക്ക് കോർണറിൽ വന്നിട്ടുണ്ടോ? അത് അഗ്നികോണിന് വേണ്ടിയുള്ളതാണ്. അവിടെ ടോയ്ലറ്റോ ബാത്റൂമോ വന്നാൽ നിങ്ങൾ കൊട്ടാരത്തിൽ താമസിക്കുന്ന നിങ്ങൾ കുടിലിൽ താമസിക്കേണ്ട ഒരു അവസ്ഥ തന്നെ വരും. അതുകൊണ്ട് തെക്ക് കിഴക്ക് ഭാഗത്തെ അഗ്നികോണിലെ വാഷ്റൂം ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ വീഡിയോ കേട്ടതിന് ശേഷം അത് നിങ്ങൾ തീർച്ചയായും അവിടുന്ന് റീലൊക്കേറ്റ് ചെയ്യേണ്ടതാണ്.